പലപ്പോഴായിട്ട് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള 3 ടേംസ് ആണ് മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് ആൻഡ് സെയിൽസ്. ഇതിൽ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, സെയിൽസിന് ഞാനൊരു സിമ്പിൾ എക്സാമ്പിളുമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AM സ്പെഷ്യൽ പിക്കിൾ. ഈ ഒരു പിക്കിളിന്റെ എക്സാമ്പിൾ, ഒരു അച്ചാറിന്റെ എക്സാമ്പിളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഇവിടെ ഈ ഒരു പിക്കിള് നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മളെ ഓഡിയൻസിനെ നമ്മൾ എന്താണ്, അവർ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പിക്കിളിന്റെ ഒരു ഫീലിംഗ്, ഈ ഒരു പിക്കിളിന്റെ ടേസ്റ്റ് അവരുടെ ഉള്ളിൽ ഇമാജിൻ ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡിങ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു പിക്കിളിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ ബ്രാൻഡിങ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട്? ഇപ്പൊ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ പിക്കിള് നമ്മൾ അതിനൊരു ബ്രാൻഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിംഗ് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ് ഓഡിയൻസിന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ ഈ ഒരു സ്പെഷ്യൽ പിക്കിൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിന് ഫോട്ടോസ് എടുത്ത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ പേപ്പറിൽ ആഡ് കൊടുക്കുന്നു, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആഡ് കൊടുക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ഫുഡ് ഫെസ്റ്റിവലിൽ നിങ്ങൾ ഫ്രീ സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓഡിയൻസിന് ഈ ഒരു പിക്കിൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്ന ആക്ഷൻസ്, ഇങ്ങനെയുള്ള ആക്ഷൻസിനാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, സോ ഇനി എന്താണ് സെയിൽസ്? ഫൈനൽ ആക്ഷൻ. നമ്മളെ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യണം എന്നുള്ള തോട്ട് വന്ന് നിങ്ങളുടെ സ്റ്റോർ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു പിക്കുള്ള ഒരു ജാറിന് ഇത്ര ഒരു എമൗണ്ട് തന്ന് അതിനെ പർച്ചേസ് ചെയ്ത് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിനാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡിയൻസിന് നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് ഫീലിംഗ് വരുന്നത്, അവർക്ക് കിട്ടുന്ന ഒരു ഇമോഷൻ എന്താണ്, അത് ബ്രാൻഡിങ് വഴിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതേ ഓഡിയൻസ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്, ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് വഴിയുള്ള ആക്ഷൻസിനാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എപ്പോഴാണോ ഓഡിയൻസ് ഈ ഒരു ബ്രാൻഡിങ്ങിലും മാർക്കറ്റിങ്ങിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് നിങ്ങളെ സ്റ്റോറിലോ അല്ലെങ്കിൽ നിങ്ങളെ വെബ്സൈറ്റിലോ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു സ്പെസിഫിക് എമൗണ്ട് തന്നിട്ട് അത് ബൈ ചെയ്യുന്നത്, അവിടെയാണ് സെയിൽസ് നടക്കുന്നത്. ഇതുപോലെ കൂടുതൽ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടിപ്സ് ആൻഡ് ഇൻഫർമേഷൻസിന് സബ്സ്ക്രൈബ് മീ അറ്റ് അജു മെഹ്റാബ്.